സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണും രാധികയും കൂടി വക്കീൽ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും അതുപോലെ പത്മിനിയും പരമേശ്വരനും ഒക്കെ അവരെ യാത്രയാക്കാൻ വെയിറ്റ് ചെയ്ത് താഴെ തന്നെ നിൽക്കുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയൊക്കെ അവിടെ ഉണ്ടാകും കേട്ടോ. അവർക്കാണെങ്കിൽ ഇന്നത്തെ പ്രിയങ്കി ഒതുക്കാനുള്ള ആ ഡീലിങ് നടക്കില്ലെന്ന് ചന്ദ്രശേഖരൻ കൊടുത്ത് ഉറപ്പുണ്ടല്ലോ. അതിൻ്റെ പേരിൽ സന്തോഷിച്ച് വരുണും രാധികയും പോയി നാണം കെട്ട് വരുന്നത് കാണാൻ കാത്തു നിൽക്കുവാണ്. ഈ സമയം അങ്ങനെ വരുണും രാധിക റെഡിയായിട്ട് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവരവിടെ നിന്നും പുറപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് ആരതിയുടെ ഓഫീസിലിരിക്കുന്ന മുത്തശ്ശീനെയും പ്രിയങ്കേനെയും വരുണിനെയും രാധികേനെയും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ രാധികയും വരുണിനെയും കാണുന്നതും പ്രിയങ്ക പറയണേ, ഇന്നത്തോടെ എൻ്റെ ശല്യം നിങ്ങൾക്ക് തീരുമല്ലോ. അതിൻ്റെ സന്തോഷത്തിലായിരിക്കും രണ്ടുപേരും. എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ജീവിക്കാമല്ലോ രണ്ടുപേർക്കും. ഈ സമയം പരമേശ്വരനെ ഓഫീസിൽ നിന്നും ആ മനോഹർ വിളിക്കുവാണ്. 25 കോടി രൂപ റെഡിയാക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അയാൾ അറിയിക്കുവാണ് കേട്ടോ. അത് കേട്ട പരമേശ്വരൻ വല്ലാതെ ടെൻഷനാകുവാണ്. ഈ സമയം മുത്തശ്ശിയും പത്മിനിയൊക്കെ കാര്യം ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയണേ, അത് പണം കൃത്യസമയത്ത് റെഡിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. ഇന്നെന്താണെങ്കിലും 25 കോടി രൂപ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനിയുടെ അവസ്ഥകളും കുറച്ച് മോശത്തിലാണല്ലോ. അത് കേട്ടിട്ട് അവരെല്ലാവരും കൂടി ടെൻഷനായിട്ടിരിക്കണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്രിയങ്കയുടെ മുമ്പിൽ നാണം കെട്ട് പോയതുപോലെ ആവില്ലേ നമ്മൾ? അങ്ങനെ അവരുടെ ഈ സങ്കടമൊക്കെ കാണുന്നതും കൽപ്പനക്ക് ഉർവശിക്ക് സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം അവിടെയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പണം വരാൻ വേണ്ടിയിട്ട്. അന്നേരം മുത്തശ്ശി അറിയുന്നുണ്ട്, എത്ര നേരം ഇത്, വേഗം പണം തന്നിരുന്നെങ്കിലേ ഒപ്പിട്ടിട്ട് ഞങ്ങൾക്ക് വേഗം ഒന്ന് പോകായിരുന്നു. ഞങ്ങൾക്ക് മറ്റു ചില ആവശ്യങ്ങളും കൂടിയുണ്ട്. ഈ സമയം വരുൺ അച്ഛനെ ഒന്ന് ഫോണിൽ വിളിക്കാമെന്ന് പറഞ്ഞ് വരുണിൻ്റെ ആദ്യം കൂടി കുറച്ചങ്ങ് മാറി നിൽക്കുവാണ്. എന്നിട്ട് പരമേശ്വരനെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. അന്നേരം പരമേശ്വരൻ ഓഫീസിലെ കാര്യങ്ങളും പെട്ടെന്ന് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുവാണ്. അതൊക്കെ കേട്ട് വരുണും എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വരുൺ ആരതിയുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുവാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രിയങ്കയും മുത്തശ്ശിയും കൂടി പ്രശ്നം ഉണ്ടാക്കുക. അത് ശരി, പൈസ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരും ആകെ ബഹളം ഉണ്ടാക്കുവാണ്. ഈ സമയത്താണ് കേട്ടോ ശ്യാമ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ശ്യാമയെ കാണുന്നതും കണ്ണും തള്ളി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും സുകുമാരിയമ്മയും. രണ്ടുപേരും ജയിലിൽ കിടന്ന കാരണം ശ്യാമയും രാധികയും പരസ്പരം തിരിച്ചറിഞ്ഞതും അവരമ്മയും മോളും ആണെന്നൊന്നും അറിഞ്ഞതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിൻ്റെ അമ്പരപ്പി നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ ശ്യാമ എത്തിയതോടെ എന്താണെങ്കിലും പ്രിയങ്ക കൊടുക്കാനുള്ള തുക ശ്യാമ തന്നെ അവൾക്ക് കൈമാറി രാധികയുടെ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയുടെ ശല്യം ഒഴിവാക്കി വിടും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്